ഏഴാം ക്ലാസ്സുകാർ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഹിന്ദി എങ്ങനെ ഉണ്ടായിരുന്നു? ഇവർക്ക് പിന്നെ എല്ലാ എക്സാമും ഈസിയാണ്. പക്ഷെ ഇന്ന് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്കത് വളരെ എളുപ്പമായിട്ടാണ് തോന്നിയത്. ഞാൻ നേരത്തെ ഇവർക്ക് പറഞ്ഞു കൊടുത്ത ചില ക്വസ്റ്റ്യൻസ് പേര് മാറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ എപ്പോഴോ ഇട്ടൊരു വീഡിയോയിൽ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കേദാർനാഥ് അഗ്രവാളിന്റെ ആയിരുന്നു ചോദിച്ചെങ്കിൽ ഇന്ന് ചോദിച്ചത് സോമനാഥ് യാദവിന്റേതാണ്. പിന്നെ കവിത തന്നിട്ട് ആശയം എഴുതാനും. പക്ഷെ എന്നെ ഞെട്ടിച്ചത് ആദ്യത്തെ കോംപ്രിഹെൻഷനാണ്. സാധാരണയായിട്ട് കോംപ്രിഹെൻഷൻസ് നമ്മൾ പഠിക്കാത്തൊരു പാസേജ് ആയിരിക്കും തരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഗാന്ധിജി കാ നമുക്ക് കഥ എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നാണ്. അത് നമ്മുടെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു ഭാഗമാണ്. അതിനകത്ത് അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട്. മുദ്രാവാക്യം തയ്യാറാക്കാനാണ്. മുകളിൽ തന്നിരിക്കുന്ന പാസേജിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യം. അത് മാത്രമായിരിക്കും എൻ്റെ കൂട്ടുകാർക്ക് ഇച്ചിരി ടഫ്. എന്തായാലും ഇനിയുള്ള സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നാളെ മലയാളമാണല്ലോ. പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുക. ഒരു യാത്രാനുഭവം മിക്കവാറും ചോദിക്കും. ഇന്ന് നമ്മുടെ കിച്ചു ക്ലാസ്സിൽ വന്നത് ഒരുപാട് വസ്തുക്കളുമായിട്ടാണ്. ഇവർക്കിത് എന്നെ കാണിച്ച് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇപ്പോൾ കൊണ്ടുവരാറുള്ളത്. ഒരു ബോക്സ് അവളുടെ ചേച്ചി കൊടുത്തതാണ്. പിന്നെ കുറേ ക്രിസ്മസ് കാർഡ്സ്. അങ്ങനെ നമ്മുടെ റിച്ചു ഇന്ന് ക്ലാസ്സിൽ വന്നപ്പോഴേ ഒരു കാര്യമുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ കാണിക്കാൻ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഫ്ലാഗ് ആണ്. ഇനിയിപ്പോൾ ഓഗസ്റ്റ് 15 സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നേരത്തെ വാങ്ങിച്ചു വെച്ചേക്കാണ്. എന്നിട്ട് ഇത് പ്രത്യേകം പറയുന്നുണ്ട് സൈക്കിളിനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫ്ലാഗ്. എന്തായാലും നമ്മുടെ റിച്ചുവിനെ നിർത്തി കുറച്ച് വീഡിയോസ് ഒക്കെ എടുപ്പിച്ചിട്ടാണ് ഞാൻ വിട്ടത്. ഇന്ന് നമ്മുടെ റിച്ചുവിന് ഹിന്ദി ആയിരുന്നു സബ്ജക്ട്. കുറച്ച് ഹോംവർക്കും ഉണ്ടായിരുന്നു. മറവയ്ക്ക് മലയാളമായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു സ്കൂളിലാണെങ്കിലും 2 ക്ലാസ്സിലായതുകൊണ്ട് നമുക്ക് ഒരേപോലെ പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ മഹാദേവിനും ലക്ഷ്മിക്കും നാളെയും കൂടെ ആവുമ്പം എക്സാം തീരും. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഇനി അവർ വരേണ്ടതില്ല, മറ്റന്നാൾ തൊട്ട് വന്നാൽ മതി. നമ്മുടെ മഹാദേവും അഭിയും ഭയങ്കര കൂട്ടാണ്. അഭി ഇവിടുത്തെ ലീഡർ ആയിരുന്നല്ലോ. നല്ല രീതിയിലാണ് അവൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയത്. മാത്രമല്ല എൻ്റെ ബുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുമ്പോൾ നന്നായിട്ട് അത് അടുക്കി വെക്കും. റിച്ചുവും കൂടെ സഹായിക്കാറുണ്ട്. ഇടയ്ക്ക് മറവയും ഇത് ചെയ്യാറുണ്ട്. അൽഫിയും ചെയ്യും. അബിയുടെ കൂടെ തന്നെ ലീഡറായിരുന്ന യാദവിന് ഇപ്പോൾ ക്ലാസ്സിൽ വരാൻ പറ്റിയിട്ടില്ല. അവനും പനി ഇതുവരെയും വിട്ടു മാറിയിട്ടില്ല. പക്ഷെ ഇനി വന്നു കഴിഞ്ഞാൽ അവൻ ഒരവസരോടെ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ എക്സാമിന് നമ്മുടെ റിച്ചുവിന് ഒരു സ്റ്റിക്കി നോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ സന്തോഷം അവന്റെ മുഖത്തുണ്ട്. 5 സ്റ്റിക്കി നോട്ട് എനിക്കറിയത്തില്ല. 6 സ്റ്റിക്കി നോട്ട് എടുത്തേക്കാണ്. അഖില്, കിച്ചു, മഹാദേവ്, അക്കു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.